ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മോനെ, നിനക്ക് റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹമുണ്ടോ? അവിടുത്തെ സ്വപ്നത്തിലൊന്ന് ദർശിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവിടുന്ന് പറയുന്നു, മൻ അറാദ അയ്യറാനി ഫിൽ മനാം, എന്നെ സ്വപ്നത്തിൽ കാണാൻ വല്ലവനും ആഗ്രഹിക്കുന്നുണ്ടോ? ഫല്യുസല്ലി ഫീ ലൈലത്തിൽ ജുമുഅത്തി റകഅത്തൈൻ അർബഅ റകഅത്ത്. അതേ വെള്ളിയാഴ്ച രാത്രിയുണ്ടല്ലോ, അഥവാ വെള്ളിയാഴ്ച രാവെന്ന് പറയുന്ന വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, ആ രാത്രിയിൽ മോനെ നീ കിടക്കുന്ന സമയത്ത് 4 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചോ. വെള്ളിയാഴ്ച രാവിൽ നീ 4 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചോ. അതേ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം എല്ലാ റകഅത്തിലും നീ 3 സൂറത്തുകൾ ഓതണോ. ഏതാണ് ആ സൂറത്ത് എന്നറിയുമോ? അലം നശ്റഹ് സൂറത്ത് ഓതണോ, ഇദാ സുൽസില സൂറത്ത് ഓതണോ, അതുപോലെ വദ്ദുഹാ വല്ലൈലി സൂറത്ത് ഓതണോ. ഈ 3 സൂറത്തുകളോ, വദ്ദുഹാ വല്ലൈലി സൂറത്ത്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന് തുടങ്ങുന്ന സൂറത്ത്, അതുപോലെ അലം നശ്റഹ് സൂറത്തുണ്ടല്ലോ. ഓരോ റകഅത്തിലും ഫാത്തിഹ കഴിഞ്ഞാൽ ഈ 3 സൂറത്തുകളും ഓതണം. ഇങ്ങനെ 4 റകഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സലാം വീട്ടിക്കഴിഞ്ഞാൽ 70 പ്രാവശ്യം ആത്മാർത്ഥമായി നീ സ്വലാത്ത് ചൊല്ലണം. 70 സ്വലാത്ത് കഴിഞ്ഞാലോ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ആ വലിയ ദിക്റാകുന്ന ഇസ്തിഗ്ഫാർ, ആ ഇസ്തിഗ്ഫാർ അതേ പിടക്കുന്ന ഹൃദയത്തോടുകൂടെ നീ ചൊല്ലേണ്ടതാണ്. അങ്ങനെ ചൊല്ലി 70 ഇസ്തിഗ്ഫാറും കഴിഞ്ഞാൽ പിന്നെ മോനെ നീ സ്വലാത്തുകൾ ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി 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 നീ അങ്ങ് ഉറങ്ങണോ. അങ്ങനെ ഉറങ്ങിയാൽ അതേ ഇന്നേ വരെ കളവ് പറയാത്ത, കളവ് ചിന്തിക്കാത്ത, അല്ലാഹ് പറഞ്ഞത് മാത്രം പറയുന്ന നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കിനാവിലേക്ക് കടന്നു വരും കേട്ടോ. നമ്മുടെ സ്വപ്നത്തിലേക്ക് ഹബീബ് കടന്നു വരും കേട്ടോ. പണ്ഡിതന്മാര് പറയുന്നു, മോനെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ സംശയത്തിന്റെ കണികയുണ്ടോ? ഞാൻ കാണുമോ കാണില്ലയോ എന്ന സംശയമുണ്ടോ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നീ തപസ്സിരുന്നാലും ലോകത്തിന്റെ നേതാവിനെ കാണാൻ നിനക്ക് കഴിയൂല. നല്ല ഉറപ്പോടുകൂടെ, നല്ല യഖീനോടുകൂടെ മോനെ നീ ഈ രൂപത്തിൽ അങ്ങ് ചെയ്താൽ റസൂലുള്ളാഹി